വിശന്നുകൊണ്ട് നമസ്കാരം. വിശക്കുമ്പോൾ വന്ദേമാതരം പാടിയാൽ വയറ്റിലെ കത്തൽ മാറുമോ സാറേ എന്ന് വയറ് പൊത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ദരിദ്ര ഇന്ത്യക്കാരൻ ചോദിച്ചാൽ എന്തുത്തരം ലഭിക്കുമെന്നറിയില്ല. ചിലപ്പോൾ വന്ദേമാതരത്തെ അപമാനിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കൂട്ടം അയാളുടെ വിശപ്പിനെയും ആ മനുഷ്യനെ തന്നെയും അടിച്ചു കൊന്നേക്കാം. കാരണം വിശപ്പ്, ദാരിദ്ര്യം, സമ്പന്നരും ദരിദ്രരും തമ്മിൽ കൂടിക്കൂടി വരുന്ന വിടവ് തുടങ്ങിയ കാര്യങ്ങളെക്കാളൊക്കെ നമ്മുടെ ശ്രദ്ധ ദേശീയത, വന്ദേമാതരം, ആചാരങ്ങൾ, ആചാര സംരക്ഷണം തുടങ്ങിയവയിലൊക്കെ ആണ്. ഇതിനെല്ലാം ഇടയിലാണ് വേൾഡ് ഇക്വിറ്റി ലാബിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട്. വേൾഡ് ഇക്വിറ്റി ലാബിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ദയനീയവും പരിഹാസ്യവുമായിട്ടുള്ളൊരു യാഥാർത്ഥ്യം ആ റിപ്പോർട്ട് നമ്മുടെ മുന്നിലേക്ക് എടുത്തു വയ്ക്കുകയാണ്. ഇന്ത്യയിൽ ദരിദ്രരും സമ്പന്നരും തമ്മിലുള്ള അന്തരം റെക്കോർഡ് വേഗത്തിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ ഞെട്ടിക്കേണ്ട റിപ്പോർട്ട്. ഞെട്ടിക്കേണ്ട റിപ്പോർട്ട് എന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്. ഞെട്ടിക്കുന്ന റിപ്പോർട്ട് എന്നതിന് പകരം ഞെട്ടിക്കേണ്ട റിപ്പോർട്ട് എന്ന് മനഃപൂർവ്വം തന്നെ പറഞ്ഞതാണ്. കാരണം കേട്ടിട്ട് സ്വയം ഞെട്ടാൻ തോന്നുന്നില്ല എങ്കിൽ പിന്നെ ഒരു കാര്യവും ഞെട്ടിപ്പിക്കുന്ന എന്ന വിശേഷണത്തോടെ പറയരുത്. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്. ഇന്ത്യയിലെ മൊത്തം വരുമാനത്തിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തം വരുമാനം എടുക്കുക. ആ മൊത്തം വരുമാനത്തിൻ്റെ 40% കൈവശം വെച്ചിരിക്കുന്നത് 1% വരുന്ന അതിസമ്പന്നരാണ്. ഈ രാജ്യത്തെ 100% പേരിൽ 1% മാത്രമുള്ള അതിസമ്പന്നർ നമ്മുടെ രാജ്യത്തിൻ്റെ 40% സ്വത്ത് കൈവശം വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് വേൾഡ് ഇക്വിറ്റി ലാബിൻ്റെ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്ത കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തം വരുമാനത്തിൻ്റെ കണക്കിൻ്റെ 58% വരുമാനവും കൈവശം വെച്ചിരിക്കുന്നത് 10% വരുന്ന ശതകോടീശ്വരന്മാരാണ് എന്നുള്ളതാണ്. ബാക്കിയുള്ള 42% വരുമാനം മാത്രമാണ് സാധാരണക്കാരായ നമ്മൾ 90% പൗരന്മാർ. വേൾഡ് ഇക്വിറ്റി ഫോറത്തിൻ്റെ റിപ്പോർട്ട് ഈ ഒരു അസമത്വം, കണക്കിലുള്ള ഈ വിടവ്, അത് ഓരോ ദിവസവും കൂടിക്കൂടി വരുന്നു. സമ്പന്നർ അതിസമ്പന്നരാകുന്നു, അതിസമ്പന്നർ ശതകോടീശ്വരന്മാരായിട്ട് മാറുന്നു. അതിനു മുകളിൽ വേറെ ഏത് വാക്കുപയോഗിച്ച് വിശേഷിപ്പിക്കാൻ കഴിയുമെന്നറിയില്ല. അത്തരം ഉയരങ്ങളിലേക്ക് ന്യൂനപക്ഷമായിട്ടുള്ള സമ്പന്നരായിട്ടുള്ള കോടീശ്വരന്മാരായിട്ടുള്ള ശതകോടീശ്വരന്മാരായിട്ടുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ പകുതിയിലധികം സ്വത്തും കൈവശം വെച്ച് അങ്ങനെ ജീവിക്കുന്നു. ബാക്കിയുള്ള തുക മാത്രമാണ് നമ്മൾ പൗരന്മാർക്ക് വീതിച്ച് നൽകപ്പെടുന്നത്. അതിൽ തന്നെയും അസമത്വമുണ്ട് എന്ന് വേൾഡ് ഇക്വിറ്റി ലാബിൻ്റെ കണക്കുകൾ പുറത്തു വരുന്ന നിമിഷമാണ്. അപ്പോൾ ഒരു വശത്ത് ലോകത്തിലെ അതിവേഗം വളരുന്ന സാമ്പത്തിക ശക്തി എന്നൊക്കെ അധികാരികൾ വിശേഷിപ്പിക്കുന്ന, അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്ന ഇന്ത്യയുടെ ഉള്ളം പൊള്ളിക്കുന്ന യാഥാർത്ഥ്യമാണ് വേൾഡ് ഇക്വിറ്റി ലാബിൻ്റെ ഈ കണക്ക് എന്ന് പറയുന്നത്. രാജ്യം പുരോഗതിയുടെ പടവുകൾ കയറിക്കൊണ്ടേയിരിക്കുന്നുവെന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന സാധാരണ മനുഷ്യർ എവിടെ നിൽക്കുന്നു എന്നതിനെക്കുറിച്ച് ആരാണ് വിചാരപ്പെടുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മളുടെ മനസ്സിലേക്ക് സ്വാഭാവികമായിട്ടും ഈ നിമിഷങ്ങളിൽ മുഖമില്ലാത്ത ചില കാൽപാദങ്ങൾ ഓർമ്മ വരണം. കോവിഡുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ആദ്യമായിട്ട് രാജ്യവ്യാപകമായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ തങ്ങളുടെ നാടുകളിലേക്ക് ജീവന് വേണ്ടി ഭയത്തോടുകൂടി വിശന്ന് പൊരിഞ്ഞ് ഒരു വെയിലത്തും പൊരിമഴയത്തും കൊടും മഞ്ഞത്തും നഗ്നപാതരായിട്ട് നടന്നുപോയ മനുഷ്യരുടെ കാൽപാദങ്ങൾ വിണ്ടുകീറിയതിൻ്റെ ചിത്രങ്ങൾ ഒരുപക്ഷെ ഓർമ്മയില്ല. അത്തരം വ്യക്തികൾ ഈ സാമ്പത്തിക കണക്കുകളിൽ എവിടെയാണ് വരുന്നത്? അപ്പോൾ അസമത്വം വലിയ രീതിയിൽ കൂടി വരുന്നു. ആ കൂടി വരുന്നതിൽ ഒരു വ്യത്യാസവുമില്ല. അസമത്വം കൂടി വരുന്നു. ദരിദ്രർ കൂടുതൽ ദരിദ്രരായിട്ട് മാറുന്നു. അതിസമ്പന്നർ വലിയ സമ്പന്നരായിട്ട് മാറുന്നു. ആ അതിസമ്പന്നരുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തിൻ്റെ പുരോഗതിയെ വിലയിരുത്തുകയും നാം വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറുന്നു എന്ന് അഭിമാനപ്പെടുകയും ചെയ്യുമ്പോൾ അതിനകത്തുള്ള ക്രൗര്യം നാം മറന്നു പോകരുത് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാം പാർലമെൻറ്റിൽ ഇപ്പോഴും ചർച്ച ചെയ്യുന്നത് വന്ദേമാതരം പാടണമോ വേണ്ടയോ എന്നതിനെക്കുറിച്ചാണ്. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എംപിമാർക്ക് താല്പര്യം പാർലമെൻറ്റിൽ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ മോഷ്ടിക്കപ്പെട്ടതിനെക്കുറിച്ച് ഗാനാലാപന മുദ്രാവാക്യം അവിടെ പോയിട്ട് വിളിക്കാനാണ്. വേൾഡ് ഇക്വിറ്റി ലാബിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യങ്ങൾ വളരെ വലുതാണ്. ലോകത്തിലെ 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായിട്ട് നമ്മൾ വളരുമ്പോഴും ദിവസവും 100 രൂപ പോലും വരുമാനമില്ലാത്ത കോടിക്കണക്കിന് മനുഷ്യരുള്ള ഈ നാടിൻ്റെ വൈരുദ്ധ്യം എങ്ങനെയാണ് നമ്മൾക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയുക? വേൾഡ് ഇക്വിറ്റി ലാബിൻ്റെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കുന്നത് എന്താണെന്ന് നോക്കണം. ഇത് കേവലം ഒരു റിപ്പോർട്ടല്ല, ഊഹാപോഹങ്ങളുടെ കണക്കല്ല, ആരോപണമല്ല. ഇത് വാസ്തവമാണ്. ഐക്യരാഷ്ട്രസഭയുടെ സഹകരണത്തോടുകൂടി പാരീസ് സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലെ റിക്കാർഡോ ഗോമസ് കൊറേരയുടെ നേതൃത്വത്തിൽ 200 ഗവേഷകർ സമാഹരിച്ച വിവരങ്ങളാണ് ഇവയിലുള്ളത്. അത് വെറും ആരോപണമല്ല, ആധികാരികമായിട്ടുള്ള കണക്കുകളാണ് ഇന്ത്യയിൽ ഈ രീതിയിൽ
പണക്കാരും പാവപ്പെട്ടവരും തമ്മിലുള്ള അന്തരം റെക്കോർഡ് വേഗത്തിൽ കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത്. ഇതേ വിഷയത്തെക്കുറിച്ച് 2022 3 വർഷം മുമ്പ് ഇതേ വേൾഡ് ഇക്വിറ്റി ലാബ് പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ഇന്ത്യയിലെ 10% ശതകോടീശ്വരന്മാർക്ക് രാജ്യത്തെ 57% വരുമാനമായിരുന്നു കൈവശം വെച്ചിരുന്നു എന്നുള്ള കണക്കുണ്ടായിരുന്നത്. ഇപ്പോൾ ആ 57% 58% വർദ്ധിച്ചിരിക്കുന്നു. ഓരോ ദിനവും ഓരോ മാസവും ഓരോ വർഷവും ഇത് കൂടിക്കൂടി വരുന്നു. പാവപ്പെട്ടവരും പണക്കാരും തമ്മിലുള്ള അന്തരം കൂടിക്കൂടി വരുന്നു. അപ്പോൾ കഴിഞ്ഞ 4 വർഷത്തിനിടെ മേൽത്തട്ടിലുള്ള 10% വരുമാനം എന്ന് പറയുന്നത് 1% കൂടി വർദ്ധിച്ചു. ഈ കണക്കുകൾ കൃത്യമായിട്ടും വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ വളർച്ച എന്ന് പറയുന്നത് താഴെ തട്ടിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. ഉള്ളവർ കൂടുതൽ ഉള്ളവരാവുന്നു, ഇല്ലാത്തവർ കൂടുതൽ ഇല്ലാത്തവരായിട്ട് മാറുന്നു. നമ്മുടെ ജനാധിപത്യത്തിൽ ശതകോടീശ്വരന്മാരായിട്ടുള്ള വ്യക്തികളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമേ മനസ്സിലേക്ക് വരുന്ന പേരുകളുണ്ട്. അംബാനി, അദാനി പോലുള്ള പേരുകൾ. വിജയ് മല്യയെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ഒരു എഡിറ്റോറിയൽ അനാലിസിസിൽ സൂചിപ്പിക്കുകയുണ്ടായി. അയാളുടെ കോടിക്കണക്കായിട്ടുള്ള കിട്ടാക്കടം എഴുതി തള്ളിയതും അയാൾ ചെയ്തിട്ടുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ഇളവ് നൽകിയതും അടക്കമുള്ള കാര്യങ്ങൾ സാധാരണക്കാർക്ക് ലഭിക്കാത്ത വലിയ രീതിയിലുള്ള നീതി അവർക്ക് അനീതിയായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ശതകോടീശ്വരന്മാരായിട്ടുള്ള അംബാനിക്കും അദാനിക്കും നമ്മെപ്പോലെയുള്ള സാധാരണക്കാർക്കും ഒരു നേരം മാത്രം ഭക്ഷണം ലഭിക്കുന്ന ഇന്ത്യയിലെ ആദിവാസികൾക്കും ഒക്കെ ഓരോ വോട്ട് മാത്രമേ ഉള്ളൂ. അതൊരു വലിയ തുല്യതയായിട്ട് നമ്മൾ പറയാറുണ്ട്. അംബാനിക്കും ഒരു വോട്ട്, എനിക്കും ഒരു വോട്ട്. ആഹാ, എന്തൊരു തുല്യത എന്ന് നമ്മൾ പറയും. വിശന്നതിന് ഒരു പിടി അരി മോഷ്ടിച്ചതിന് ആൾക്കൂട്ട കുറ്റവാളികൾ അടിച്ചു കൊന്ന ആദിവാസിയായിട്ടുള്ള മധുവിനെ നമ്മൾ ഓർക്കണം. ആ മധുവിനും ഒരു വോട്ട് മാത്രമായിരുന്നു, അംബാനിക്കും ഒരു വോട്ട് മാത്രം. അംബാനിയും അദാനിയും ഇവർ രണ്ടുപേരും വോട്ട് ചെയ്താൽ ഇല്ലെങ്കിലും അവർ എപ്പോഴും ഭരണകൂടങ്ങളുടെ പ്രിയപ്പെട്ടവരായിരിക്കും, വേണ്ടപ്പെട്ടവരായിരിക്കും. ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട തോളത്ത് കൈവച്ചുള്ള ചങ്ങാത്ത പിടുത്തം അവരിലായിരിക്കും. കോടിക്കണക്കിന് രൂപയുടെ വായ്പകൾ അവർക്ക് വേണ്ടി എഴുതി തള്ളപ്പെടും. രാജ്യത്തിൻ്റെ വികസന പദ്ധതികൾ അവർക്ക് കരാറുകൾ ഇഷ്ടംപോലെ വാരിക്കോരി നൽകും. നിയമങ്ങളും ബാങ്കിങ് നയങ്ങളും ഒക്കെ ഇത്തരത്തിലുള്ള വമ്പന്മാർക്ക് അനുകൂലമായി തീരും. ഇതിനെയാണ് നമ്മൾ ക്രോണി ക്യാപിറ്റലിസം എന്ന് വിളിക്കുന്ന, ചങ്ങാത്ത മുതലാളിത്തം എന്ന് വിളിക്കുന്നത്. അത് വളരെ ശക്തമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ എന്നാണ് വേൾഡ് ഇക്വിറ്റി ലാബിൻ്റെ ഈ കണക്കുകൾ കൃത്യമായിട്ടും വിളിച്ചു പറയുന്നത്. ഓർക്കണം, ഇതിലെങ്ങനെയാണ് ഈ വൈരുദ്ധ്യം പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ആംബുലൻസ് വിളിക്കാൻ പണമില്ലാത്തതുകൊണ്ട് ഭാര്യയുടെ മൃതദേഹം 60 കിലോമീറ്റർ ചുമക്കേണ്ടി വന്ന ഒരു ആദിവാസിയുണ്ട്. ആ ആദിവാസിയുടെ പേര് ദാന മാഞ്ചി എന്നാണ്. കോവിഡ് കാലത്ത് 100 കണക്കിന് കിലോമീറ്റർ കാൽനടയായിട്ട് വീട്ടിലേക്ക് പോകേണ്ടി വന്ന അതിഥി തൊഴിലാളികളെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. അവർക്കൊന്നും നേരെ ഭരണകൂടത്തിൻ്റെ തിരിഞ്ഞോട്ടം ഉണ്ടാവില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ഇവിടെയാണ് വലിയ രീതിയിലുള്ള ഇരട്ട നീതി പ്രകടമാകുന്നത്. സാധാരണക്കാരൻ്റെ വായ്പാ തിരിച്ചടവ് മുടങ്ങിയാൽ, ഒരു സാധാരണക്കാരിയുടെ വായ്പാ തിരിച്ചടവ് മുടങ്ങിയാൽ ബാങ്കുകൾ ജപ്തി നോട്ടീസ് അയക്കുന്നു, റിക്കവറി ഏജന്റുമാരെ അയക്കുന്നു, അവനെ അല്ലെങ്കിൽ അവളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു. പക്ഷേ കോടിക്കണക്കിന് രൂപയുടെ വായ്പകൾ എഴുതിത്തള്ളുന്നതും സാമ്പത്തിക കുറ്റവാളികൾക്ക് വിദേശത്തേക്ക് പറക്കാൻ ഒത്താശ ചെയ്യുന്നതും ഭരണകൂടം ചെയ്യുന്നത് നമ്മൾ കണ്ടതുമാണ്. ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത മറ്റൊരു വിഷയം പ്രസക്തമാകുന്നത്. വേൾഡ് ഇക്വിറ്റി ലാബിൻ്റെ ഈ സാമ്പത്തിക അസമത്വം ഇന്ത്യയിൽ എത്രത്തോളം ഭീകരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പ്രകടമാക്കുന്ന ആ റിപ്പോർട്ടിനോടൊപ്പം ചേർത്ത് വെക്കേണ്ടതാണ് കേന്ദ്ര ധനമന്ത്രാലയം ലോക്സഭയിൽ വെളിപ്പെടുത്തിയ കണക്കുകൾ. നീരവ് മോദിയും വിജയ് മല്യയും അടങ്ങുന്ന സാമ്പത്തിക കുറ്റവാളികൾ നമ്മുടെ പൊതുഖജനാവിന് വരുത്തിയ നഷ്ടം 58,000 കോടി രൂപയിലധികമാണ്. ഈ 58,000 കോടി രൂപയുടെ ബാധ്യത സാധാരണക്കാരുടെ നികുതി പണത്തെയും ബാങ്കിലിട്ട പണത്തെയുമാണ് ബാധിക്കുക. ഈ തുക രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനോ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനോ ആരോഗ്യ മേഖലയ്ക്കോ ഉപയോഗിക്കേണ്ടിയിരുന്ന പണമാണ് അവരിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്രോണി ക്യാപിറ്റലിസം അഥവാ ചങ്ങാത്ത മുതലാളിത്തവും ബാങ്ക് തട്ടിപ്പും ചേർന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് വലിയ രീതിയിൽ സാമ്പത്തിക അസമത്വത്തിൻ്റെ വിടവ് ഒന്നുകൂടി രൂക്ഷമാക്കുകയാണ്. വൻകിടക്കാർക്ക് ബാങ്കുകൾ എങ്ങനെയാണ് കോടിക്കണക്കിന് രൂപ യാതൊരു ഈടുമില്ലാതെ നൽകിയത് എന്ന് ചോദിക്കാൻ സാധാരണക്കാർക്ക് കഴിയുന്നില്ല. രാഷ്ട്രീയ സ്വാധീനമാണ് അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത്. ഭരണകൂടവും വൻകിടക്കാരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇത്തരം തട്ടിപ്പുകൾക്ക് കാരണം. ഇത് സമ്പത്തിൻ്റെ കേന്ദ്രീകരണത്തിലേക്കാണ് നയിക്കുന്നത്. സമ്പത്ത് ഒരു വിഭാഗത്തിലേക്ക് മാത്രം കുന്നുകൂടുന്നു. അതൊരു ചാക്രിക വ്യവഹാരമായിട്ട് മാറും. വമ്പൻ കോടീശ്വരന്മാരായിട്ടുള്ള ഇന്ത്യയിലെ സന്ദേശര സഹോദരന്മാർ, അവരുടെ കേസ് നമ്മൾ ആലോചിക്കണം. 5100 കോടി രൂപ ഒറ്റത്തവണ അടച്ചു തീർത്താൽ ക്രിമിനൽ നടപടികൾ നിർത്തിവെക്കാമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടത് സാമ്പത്തിക കുറ്റവാളികൾക്കൊരു പഴുതായിട്ട് മാറുമോ എന്നുള്ള ആശങ്ക നമ്മൾ മുൻപ് ഒരു എഡിറ്റോറിയൽ അനാലിസിസിൽ സൂചിപ്പിക്കുകയുണ്ടായി.
അങ്ങനെ സുപ്രീം കോടതി അടക്കം ഈ ഒരു വിഷയത്തിൽ ഭരണകൂടം, കേന്ദ്ര സർക്കാരാവട്ടെ, മാറി മാറി വരുന്ന കേന്ദ്ര സർക്കാരുകളാവട്ടെ, സുപ്രീം കോടതിയാവട്ടെ ഇത്തരത്തിൽ ഈ പറയുന്ന ശതകോടീശ്വരന്മാരായിട്ടുള്ള വമ്പന്മാർക്ക് നിയമത്തിൻ്റെ പഴുതുകൾ നൽകുന്നു എന്നുള്ളത് കണ്ടു നിൽക്കുന്ന പൗരന്മാരെ സംബന്ധിച്ചിട്ട് അവരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധങ്ങൾ പോലും ഉണ്ടാവുന്നില്ല. ആ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത് ആരാണ്? അല്ലെങ്കിൽ ആ പ്രതിഷേധം ഉണ്ടാക്കിയെടുക്കേണ്ടത് കക്ഷി രാഷ്ട്രീയ നേതാക്കളാണ്. പക്ഷേ അവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് വോട്ടുകൾ മാത്രം ലഭ്യമാവുന്ന ഇടങ്ങളിലേക്ക് മാത്രം അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിന് ശേഷം ആ ഫലത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയായിരിക്കാമെന്നുള്ള മോഹമോ അതിമോഹമോ കൊണ്ട് പാർലമെൻറ്റിൽ അവിടെ പോയിട്ട് ശരണമന്ത്രത്തിൻ്റെ രൂപത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇന്ന് അലമുറയിടാനിടയാക്കിയത്. അതിനാസ്പദമാക്കിയിട്ടുള്ള വിഷയത്തിനെ അതിൻ്റെ ഗൗരവം കുറച്ച് കാണുന്നില്ല. പക്ഷേ ആത്യന്തികമായിട്ട് ഇത്തരം വിഷയങ്ങൾ എന്തുകൊണ്ട് അഭിമുഖീകരിക്കപ്പെടാതെ പോകുന്നു എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിലേക്ക് വരുന്നു. വൻകിട കോടീശ്വരന്മാർ നടത്തിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങളെ നിസ്സാരവൽക്കരിക്കുന്ന നടപടികൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാകുമ്പോൾ സാധാരണക്കാർക്ക് നീതി നിഷേധിക്കപ്പെടുന്ന അവസ്ഥ സൃഷ്ടിക്കപ്പെടുകയാണ്. ഈ സാമ്പത്തിക കുറ്റവാളികളെ പിടികൂടുന്നതിന് വേണ്ടി കൊണ്ടുവന്ന നിയമങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് അടക്കമുള്ള നിയമങ്ങൾ. അവ പോലും വേണ്ടത്ര ഫലപ്രദമായിട്ട് നമ്മുടെ നാട്ടിൽ ഇടപെടുന്നില്ല. അപ്പോൾ നിയമങ്ങൾ കടലാസിൽ ഒരു ഭാഗത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. കോടിക്കണക്കിന് രൂപ വെട്ടിച്ച് രാജ്യം വിട്ടവർ വിദേശത്ത് ആഡംബര ജീവിതം നയിക്കുന്നു. ഇന്ത്യയിൽ ദരിദ്രരും സമ്പന്നരും തമ്മിലുള്ള അന്തരം റെക്കോർഡ് വേഗത്തിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ള വേൾഡ് ഇക്വിറ്റി ലാബിൻ്റെ ഈ റിപ്പോർട്ടിനൊപ്പം നാം എടുത്തു പറയേണ്ടത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ കണക്കുകളിലെ വൈകല്യം. ഒരു ഭാഗത്ത് ശതകോടീശ്വരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വാരിക്കോരി ആനുകൂല്യങ്ങൾ നൽകുകയും അവർ ചെയ്ത സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ഇളവ് നൽകുകയും അവരെ വെറുതെ വിടുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും അവരിലേക്ക് രാജ്യത്തിൻ്റെ മൊത്തം വരുമാനവും എത്തിച്ചു ചേർക്കുകയും അവരിൽ നിന്ന് ഇങ്ങോട്ട് ആനുകൂല്യം സ്വീകരിച്ചുകൊണ്ട് അധികാരത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്ന ഭരണകൂടങ്ങളെ സംബന്ധിച്ചിട്ട് ഇവിടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാവുന്നു, നമ്മുടെ GDP-യിൽ വളർച്ചയുണ്ടാവുന്നു എന്നൊക്കെ വരുത്തേണ്ടതും പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നു. ഇന്ത്യൻ DGP-യുടെ വളർച്ച 8.2% കുതിച്ചുയർന്നു എന്നുള്ള വാർത്ത ഈയിടെ നമ്മൾ ആഘോഷിക്കുകയുണ്ടായി. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായിട്ട് ഇന്ത്യ തുടരുന്നു എന്ന് നമ്മൾ ആ വാർത്ത കേട്ട് ആശ്വസിക്കുകയും ചെയ്തു. പക്ഷേ അന്താരാഷ്ട്ര നാണയനിധി ഇന്ത്യയുടെ സ്ഥിതിവിവര കണക്ക് ശേഖരിക്കുന്ന രീതിക്ക് നൽകിയത് ഏറ്റവും താഴ്ന്ന നിലവാരമായ C ഗ്രേഡാണ് എന്നുള്ള വസ്തുത നമ്മൾ മറക്കരുത്. എന്തുകൊണ്ടാണ് കണക്കുകളെ അവർ ചോദ്യം ചെയ്യുന്നത്? അന്താരാഷ്ട്ര നാണയനിധി അശാസ്ത്രീയമായിട്ടുള്ള അടിസ്ഥാന വർഷമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഇന്ത്യയുടെ മൊത്തം വളർച്ചാ നിരക്ക് GDP കണക്കാക്കുന്നതിന് വേണ്ടി ഇന്ത്യ അടിസ്ഥാന വർഷമായിട്ട് എടുത്തിരിക്കുന്നത് 2011-2012 അതായത് 10 വർഷത്തിലേറെ പഴക്കമുള്ള ഈ അടിസ്ഥാനം ഇന്നത്തെ ആധുനിക സമ്പദ് വ്യവസ്ഥയെ വിലയിരുത്തുന്നതിന് അപര്യാപ്തമാണ്. 2011-12 കാലഘട്ടത്തിനെ അടിസ്ഥാന വർഷമാക്കി കണക്കാക്കിയിട്ട് GDP കുതിച്ചുയരുന്നു, ഇന്ത്യ വലിയ വളർച്ചയിലേക്ക് എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ വളർച്ചാ നിരക്ക് പെരുപ്പിച്ച് കാണിക്കാൻ ഇത് കാരണമാവുകയും ചെയ്യുമെന്ന് അന്നേ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അസംഘടിത മേഖലയെ അവഗണിക്കുന്ന ഒരു ഭാഗത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് അസംഘടിത മേഖല. ആ അസംഘടിത മേഖലയുടെ ഇൻഫോർമൽ സെക്ടറിൻ്റെ തകർച്ച GDP കണക്കുകളിൽ വേണ്ടത്ര പ്രതിഫലിക്കുന്നില്ല. കാരണം എന്താണ്? അസംഘടിത മേഖല എന്ന് പറയുന്നത് പാവപ്പെട്ടവരുടെ മേഖലയാണ്. പാവപ്പെട്ടവരുടെ മേഖല എന്ന് പറയുന്ന അടിസ്ഥാന വർഗത്തിൻ്റെ മേഖലയാണ്. അടിസ്ഥാന വർഗത്തിൻ്റെ മേഖല എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും നിസ്സാരമായിട്ടുള്ള ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുന്നവരാണ്. അവരെ കൊണ്ട് അധികാരത്തിന് വലിയ കാര്യങ്ങളില്ല, വോട്ട് നേടുന്നതിന് ഒഴികെ. വോട്ട് നേടി അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ വേണ്ടത് ഈ ചങ്ങാത്ത മുതലാളിത്തവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന വമ്പന്മാരെയാണ്. നോട്ട് നിരോധനത്തിൻ്റെ കാര്യത്തിലാകട്ടെ, GST ആകട്ടെ, കോവിഡ് ആകട്ടെ, ഈ മേഖലയെ അതെല്ലാം ഈ അസംഘടിത മേഖലയെ തകർത്തവയാണ്. വലിയ കോർപ്പറേറ്റുകൾ മാത്രം വളരുന്നു. ഇത് വളർച്ചാ കണക്കുകൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് അകലാൻ കാരണമാവുകയും ചെയ്യുന്നു. ഇവിടെയാണ് നമ്മൾ ഒരിക്കൽ സൂചിപ്പിച്ചത് K-ഷേപ്പ് റിക്കവറി എന്ന് പറയും. K എന്ന ആകൃതിയിൽ ആണ് K-ഷേപ്ഡ് റിക്കവറി എന്ന് സൂചിപ്പിക്കുന്നത്. അതായത് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നു, K-യുടെ മുകളിലേക്കുള്ള വര അതാണ് സൂചിപ്പിക്കുന്നത്. സാധാരണക്കാർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്നു. K-യുടെ താഴേക്കുള്ള ഈ വര എന്ന് പറയുന്നത് നമ്മൾ K എന്നെഴുതുമ്പോൾ ആദ്യം ഒരു 1 എഴുതിയിട്ട് മുകളിലേക്ക്, ആ മുകൾ ഭാഗത്തേക്ക്, അതാണ് സമ്പന്നരുടെ വളർച്ച. താഴേക്കുള്ളത് താഴെ തട്ടിലുള്ളവരുടെ പതർച്ചയാണ്. വേൾഡ് ഇക്വിറ്റി ലാബിൻ്റെ റിപ്പോർട്ടിലെ, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ റിപ്പോർട്ടിലെ 1% അതിസമ്പന്നരുടെ കൈകളിൽ 40% വരുമാനം എന്ന കണക്ക് ഈ K-ഷേപ്പ് വളർച്ചയെ അടിവരയിടുകയാണ് ചെയ്യുന്നത്. വളർച്ച ഉണ്ട് എന്ന് നമ്മൾ കണക്കുകളിൽ അവകാശപ്പെടുമ്പോഴും അത് സാധാരണക്കാരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നില്ല. ഇവിടെ വലിയ വളർച്ചയാണ്, ഞങ്ങൾക്ക് എന്തുകൊണ്ട് വോട്ട് തരുന്നില്ല? വളർച്ച എവിടെയാണ് സാധാരണക്കാരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നത്? തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും രാജ്യത്ത് കുറയുന്നില്ല. ആളുകളുടെ വാങ്ങൽ ശേഷി കുറയുന്നു, പർച്ചേസിംഗ് പവർ കുറയുന്നു.
വിപണിയിലെ ഡിമാൻഡ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് 2028 ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ മാറി എന്നുള്ള പ്രഖ്യാപനം വരുമ്പോൾ അന്നും ആദിവാസി മധുവിനെ പോലുള്ളവർ ഉണ്ടായിരിക്കും. പക്ഷേ അവർ എവിടെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ്. നാഴി അരിയെടുത്തതിൻ്റെ പേരിൽ ആൾക്കൂട്ടം വിചാരണ ചെയ്ത് കൊന്ന മധുവിൻ്റെ കഥ നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക അസമത്വത്തിൻ്റെയും നീതി നിഷേധത്തിൻ്റെയും ഒക്കെ ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കും. അപ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെങ്കിൽ ഭരണകൂടം ആദ്യം ചെയ്യേണ്ടത് ഈ പറയുന്ന അസമത്വം ഒരു റിയാലിറ്റിയാണ്, അത് സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ് എന്ന് സമ്മതിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വലിയ പ്രഖ്യാപനങ്ങളുമായിട്ട് ഇന്ത്യ വലിയ സാമ്പത്തിക ശക്തിയായിട്ട് 4ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഉയർന്നു എന്ന് ഇനി അത് കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ കൂടെ നിൽക്കാനുള്ളത് അദാനിയും അംബാനിയും അതേപോലെ വിജയ് മല്യയും പോലെയുള്ളവരാണ്. പിറകിൽ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് കാലിൻ്റെ അടിത്തട്ടിലാണ് ഈ കോടാനുകോടിയായിട്ടുള്ള സാധാരണക്കാരുള്ളത്. ഇത് ഈ പറയുന്ന ഒരു അസമത്വം അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് സമ്മതിക്കാൻ കഴിയണം. എന്ന് മാത്രമല്ല, ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പരിപാടികൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ആവിഷ്കരിക്കാൻ കഴിയണം. വരുമാനത്തിൻ്റെ വർധനവിൽ മാത്രമല്ല, അതിൻ്റെ നീതിപൂർവകമായിട്ടുള്ളൊരു വിതരണത്തിലാണ് മാറ്റം വരേണ്ടത്. സമ്പത്ത് പണക്കാരിലേക്കും ശതകോടീശ്വരന്മാരിലേക്കും മാത്രം കേന്ദ്രീകരിക്കുന്ന ആ ഏർപ്പാട് തടയാനുള്ള ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി ഭരണകൂടം കാണിക്കേണ്ടിയിരിക്കുന്നു. അതിസമ്പന്നർക്കല്ല, രാജ്യത്തെ കർഷകർക്കും ചെറുകിട കച്ചവടക്കാർക്കും ദളിതർക്കും ആദിവാസികൾക്കും ഉൾപ്പെടെയുള്ളവർക്കാണ് നികുതി ഇളവും പലിശ ഇളവും നൽകേണ്ടത്. അവരുടെ വായ്പകൾ എഴുതിത്തള്ളേണ്ടത്. അടിസ്ഥാന സൗകര്യ വികസനം അതിൽ പ്രധാനപ്പെട്ടതാണ്. ചികിത്സ, വിദ്യാഭ്യാസം, ഇതൊക്കെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സാധാരണക്കാർക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നൊരവസ്ഥ എന്നാണ് ലഭ്യമാക്കുക. വന്യജീവികളെയൊക്കെ നിയന്ത്രിച്ചിട്ട് ഉപേക്ഷിക്കപ്പെട്ട കൃഷിഭൂമികളിലേക്ക് കർഷകരെ തിരികെ എത്തിക്കാൻ കഴിയണം. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടിയെടുക്കണം. 58,000 കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യത വരുത്തിയ വമ്പൻ കോടീശ്വരന്മാർക്ക് കഠിനമായിട്ടുള്ള ശിക്ഷ ഉറപ്പാക്കണം. പണം തിരികെ നൽകിയാൽ കുറ്റം ഇല്ലാതാകുന്ന രീതി അവസാനിപ്പിക്കണം. കണക്കുകളിലൊരു സുതാര്യത വരുത്തേണ്ടതുണ്ട്. കണക്കുകളിലാകെ മായമാണ്. GDP കണക്കെടുപ്പിൻ്റെ രീതിശാസ്ത്രം തന്നെ പരിഷ്കരിക്കണം. അടിസ്ഥാന വർഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാറണം. ഇന്ത്യ DGP കണക്കാക്കുന്നതിന് അടിസ്ഥാന വർഷമായിട്ട് എടുത്തിരിക്കുന്നത് 2011-2012 ഒരു ദശാബ്ദത്തിലേറെ പഴക്കമുള്ള ആ വർഷത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഇന്നത്തെ സമ്പദ് വ്യവസ്ഥയെ വിലയിരുത്തുന്നത് കാലാനുസൃതമല്ല എന്ന് IMF തന്നെ പറയുന്നുണ്ട്. അസംഘടിത മേഖലയുടെ യഥാർത്ഥ ചിത്രം കണക്കുകളിൽ ഉൾപ്പെടുത്തണം. ഇനി ഇന്ത്യയിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, അതായത് അത് ഏത് സംസ്ഥാനത്തേതുമാകട്ടെ, ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. ഒന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ളത്, ഒന്ന് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ളത്. തെരഞ്ഞെടുപ്പിന് മുൻപുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നേരിടുന്ന ഒരു രാഷ്ട്രീയമാണ്. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ളത് ഒട്ടും ചിരിയില്ലാത്ത, സാധാരണക്കാരുമായി ബന്ധമില്ലാത്ത, ഗൗരവമേറിയ, ചങ്ങാത്ത മുതലാളിത്തത്തോട് മാത്രം പ്രിയമുള്ള ഒന്ന്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും എന്നുള്ള രീതിയിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് 90% സാധാരണക്കാർക്ക് ചില വാഗ്ദാനങ്ങൾ നൽകുന്നു. കുടിശ്ശികയുള്ള പെൻഷൻ കൊടുക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഭരണാധികാരികൾ എന്ത് ചെയ്യും? ഈ 90% പൗരന്മാരിൽ നിന്ന് കരം പിരിച്ച്, കൂടുതൽ കരം പിരിച്ച് തങ്ങൾ ഉൾപ്പെടുന്ന ബാക്കി 10% വമ്പന്മാരെ, കോടീശ്വരന്മാരെ സഹായിക്കാൻ ആരംഭിക്കും. ഈ അഴിമതിയും സാമ്പത്തിക അസമത്വവുമാണ് ഇന്ന് നമ്മുടെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ഏറ്റവും വലിയ ഭീഷണിയായിട്ട് മാറുന്നത്. അങ്ങനെ ആ ഭീഷണിയെ അഭിമുഖീകരിക്കാതെ ഈ പറയുന്ന ക്ഷേമ പെൻഷനുകൾ അടക്കമുള്ളവ വാങ്ങിച്ച് ചാപ്പാട് കഴിച്ചിട്ട് തിരിച്ച് വോട്ട് ചെയ്തില്ല എന്ന് പറയുന്നതിൻ്റെ അനൗചിത്യം അതാണ്. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു നേതാവ് പറഞ്ഞ വാക്കായിട്ട് എടുക്കരുത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അകമേ ഇത് തന്നെയാണ് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്, വോട്ട് കിട്ടാത്തപ്പോൾ. അപ്പോൾ വേൾഡ് ഇക്വിറ്റി ലാബിൻ്റെ ഈ കണക്കുകൾ പുറത്തു വരുന്നതിന് തൊട്ട് മുൻപ് നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം നമ്മൾ മറക്കരുത്. അത് അന്താരാഷ്ട്ര നാണയ നിധി അഥവാ IMF ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് സ്ഥിതി വിവര കണക്ക് ശേഖരിക്കുന്ന രീതികളെയും അക്കൗണ്ടിംഗ് രീതികളെയും രൂക്ഷമായിട്ട് വിമർശിച്ചതാണ് ആ കാര്യം. അവരുടെ വാർഷിക അവലോകന റിപ്പോർട്ടിൽ ഇന്ത്യയുടെ ഈ കണക്കെടുപ്പ് രീതിക്ക് നൽകിയിരിക്കുന്ന ഗ്രേഡ് ഏറ്റവും താഴ്ന്ന നിലവാരമായിട്ടുള്ള C ഗ്രേഡാണ്. അതായത് IMF പറയുന്നു, നിങ്ങളുടെ കണക്കുകൾ വിശ്വസനീയമല്ല. ആരാണ് പറയുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ ഒന്നായിട്ടുള്ള IMF ആണ് അടിവരയിട്ട് പറയുന്നത് ഇന്ത്യയെ നിങ്ങളുടെ കണക്കുകൾ വിശ്വസനീയമല്ല എന്ന്. അപ്പോൾ അവരുടെ ആ വിമർശനത്തിന് തൊട്ട് പിന്നാലെയാണ് ഇവിടെ GDPയുമായി ബന്ധപ്പെട്ട വളർച്ചാ കണക്കുകൾ പുറത്തു വന്നത് എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കണക്കുകൾ പെരുപ്പിച്ച് കാണിക്കുന്നതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ഇന്ന് ആരംഭിച്ചതല്ല. സർക്കാരിൻ്റെ ഭാഗമായിരുന്നവർ തന്നെ മുൻപ് തുറന്നു പറഞ്ഞിട്ടുണ്ട്.
പ്രധാനമന്ത്രിയുടെ മുൻ സാമ്പത്തിക ഉപദേഷ്ടാവ് അരവിന്ദ് സുബ്രഹ്മണ്യം ഈ വിഷയത്തിൽ ഉന്നയിച്ച വിമർശനം വളരെ ഗൗരവതരമാണെന്ന് മറ്റൊരു എഡിറ്റോറിയൽ അനാലിസിസിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം രാജിവെച്ചു. അതിനുശേഷം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രബന്ധത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത് 2011, 2012 മുതൽ 2016, 2017 വരെയുള്ള ഔദ്യോഗിക കണക്കുകൾ വളർച്ച 7% മുകളിലാണെന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അത് 4.5-നും 5.5% ഇടയിലായിരിക്കാനാണ് സാധ്യത. അതായത് പ്രതിവർഷ വളർച്ച എന്ന് പറയുന്നത് ഏകദേശം 2.5% വരെ പെരുപ്പിച്ച് കാണിച്ചിരിക്കാം എന്നാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് GDP കണക്കാക്കുന്ന രീതിശാസ്ത്രത്തിലെ അശാസ്ത്രീയതയാണ്. വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള രീതിയിൽ വലിയ കുറവുകളുണ്ട്. ഇതേ അഭിപ്രായം തന്നെയാണ് മുതിർന്ന സാമ്പത്തികകാര്യ മാധ്യമപ്രവർത്തകനായിട്ടുള്ള ജോർജ് ജോസഫ് ഉൾപ്പെടെയുള്ളവരും ഇപ്പോൾ ആവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൃത്യമാണ്. ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാകുമ്പോഴും കണക്കുകളിൽ ഇന്ത്യ എപ്പോഴും വൻകുതിപ്പിൻ്റെ പാതയിലാണ്. ഇവിടെയാണ് നാം ഒരു അടിസ്ഥാന ചോദ്യം ചോദിക്കേണ്ടത്. ഈ വളർച്ച എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാണ്? തൊഴിലില്ലായ്മ കുറഞ്ഞോ? ദാരിദ്ര്യം കുറഞ്ഞോ? സാധാരണ ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിച്ചോ? ഇല്ല. നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ വളർച്ചയുടെ ഗുണഫലം എന്ന് പറയുന്നത് ഒരു ചെറിയ ശതമാനം അതിസമ്പന്നരിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ ഈ വളർച്ചാ കണക്കുകൾ നമ്മളുടെ കൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളുമായി ഒത്തുപോകുന്നില്ല എന്നുള്ള വിമർശനം ശരിയായിട്ട് വരുന്നു. സമ്പന്നർ കൂടുതൽ സമ്പന്നരാവുകയും പാവപ്പെട്ടവർ കൂടുതൽ പാവപ്പെടുകയും ചെയ്യുന്നൊരു IMFന്റെ റിപ്പോർട്ടിലേക്കൊന്ന് നമ്മൾ വീണ്ടും വരികയാണെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ഇന്ത്യയുടെ സ്ഥിതിവിവര കണക്കുകൾക്ക് C ഗ്രേഡ് നൽകിയതെന്ന് ആലോചിക്കണം. എന്താണ് ആ റിപ്പോർട്ടിൻ്റെ അന്തസത്ത? IMF പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് വിമർശിക്കുന്നത്. ഒന്ന്, അടിസ്ഥാന വർഷത്തിലെ അപാകം. ഇന്ത്യ GDP കണക്കാക്കുന്നതിന് അടിസ്ഥാന വർഷമായിട്ട് എടുത്തിരിക്കുന്ന 2011-12 അത് അശാസ്ത്രീയമാണ്, കാലാനുസൃതമല്ല എന്ന് IMF പറയുന്നു. ആധുനിക സമ്പദ് വ്യവസ്ഥയിൽ നിർണായകമായിട്ടുള്ള ടെക്നോളജി മേഖലയുടെയും കോവിഡിന് ശേഷമുള്ള സാമ്പത്തിക മാറ്റങ്ങളുടെയും പ്രതിഫലനം ഈ പഴയ അടിസ്ഥാന വർഷത്തിൽ ഉണ്ടാകില്ല എന്നുള്ളത്. ഇത് സ്വാഭാവികമായിട്ടും കണക്കുകൾ പെരുപ്പിച്ച് കാണിക്കാൻ കാരണമാകും. ഈ വർഷം ഉൽപ്പാദിപ്പിക്കപ്പെട്ട മൂല്യം 2011-12 വിലയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളർച്ചാ നിരക്ക് കൂടുതലായിട്ട് തോന്നും. രണ്ടാമത്തെ കാര്യം, ഇത് അസംഘടിത മേഖലയെ അവഗണിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് പറയുന്ന അസംഘടിത മേഖലയെ, ചെറുകിട വ്യവസായങ്ങൾ, ദിവസവേതനക്കാർ, അങ്ങനെയുള്ള കോടിക്കണക്കിന് ആളുകൾ ഈ മേഖലയുടെ ഭാഗമാണ്. അപ്പോൾ GDP കണക്കെടുപ്പിൽ സംഘടിത മേഖലയിലെ വിവരങ്ങൾ മാത്രമാണ് കൂടുതലും പരിഗണിക്കുന്നത്. കമ്പനികളുടെ ബാലൻസ് ഷീറ്റുകൾ, നികുതി വിവരങ്ങൾ എന്നിവയാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. പക്ഷേ നോട്ട് നിരോധനം, GST, കോവിഡ് എന്നിവ ഏറ്റവും കൂടുതൽ തകർത്തത് അസംഘടിത മേഖലയാണ്. അവരുടെ തകർച്ച കണക്കുകളിൽ പ്രതിഫലിക്കാതെ വരുമ്പോൾ യഥാർത്ഥ വളർച്ചാ നിരക്ക് പെരുപ്പിച്ച് കാണിക്കും. IMFന്റെ റിപ്പോർട്ട് അസംഘടിത മേഖലയുടെ കണക്കുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ്. മൂന്നാമത്തെ കാര്യം, പണപ്പെരുപ്പിലെ കണക്കുകളിലെ വൈരുദ്ധ്യമാണ്. GDP പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പണപ്പെരുപ്പം, അതായത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. വിലക്കയറ്റം, ഇത് കണക്കാക്കുന്നതിലും IMF ഇന്ത്യക്ക് നൽകിയത് B ഗ്രേഡാണ്. അതും നിലവാരം കുറഞ്ഞ ഗ്രേഡാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് ഉപഭോക്തൃ വിലയെ അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം കുറഞ്ഞു വരികയാണെന്നാണ്. കഴിഞ്ഞ 100 മാസത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് പോലും ഇപ്പോൾ പണപ്പെരുപ്പം. അപ്പോൾ യഥാർത്ഥത്തിൽ വിലക്കയറ്റം കൊണ്ട് സാധാരണ ജനങ്ങൾ പൊറുതിമുട്ടുന്നു. അരിയാവട്ടെ, പച്ചക്കറിയാവട്ടെ, ഇന്ധനമാവട്ടെ, പാചകവാതകമാവട്ടെ, അടിസ്ഥാന വസ്തുക്കളുടെ എല്ലാം വില വർദ്ധിച്ചിരിക്കുന്നു. IMFന്റെ റിപ്പോർട്ട് ഇവിടെയും അടിസ്ഥാന വർഷത്തെ ചോദ്യം ചെയ്യുന്നു. വില ശേഖരിക്കുന്നതിൽ ഈ പഴയ അടിസ്ഥാന വർഷം ഉപയോഗിക്കുന്നത് അശാസ്ത്രീയതയാണ്. അതുകൊണ്ട് വിലക്കയറ്റം കുറവായി കണക്കുകൾ കാണിക്കുന്നു. ഇത് ബേസ് ഇഫക്റ്റ് എന്നറിയപ്പെടുന്നു. അതായത് വിലവർധനയുടെ യഥാർത്ഥ ആഘാതം കണക്കുകളിൽ പ്രതിഫലിക്കാതെ പോകുന്നു. ചുരുക്കത്തിൽ IMF റിപ്പോർട്ട് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. നിങ്ങൾ പറയുന്ന 8.2% വളർച്ച യഥാർത്ഥത്തിൽ 5.7%-നും 6.7%-നും ഇത് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ എന്ന പദവിക്ക് ഇടിവുണ്ടാക്കിയേക്കാം. ഔദ്യോഗിക കണക്കുകൾ ഇങ്ങനെ പെരുപ്പിച്ച് കാണിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എവിടെയാണ് നിൽക്കുന്നത്? ഇന്ത്യൻ GDPയുടെ ഏറ്റവും വലിയ പങ്ക് ഏകദേശം 55% മുതൽ 60% വരെ. സാധാരണക്കാരായ ജനങ്ങൾ നടത്തുന്ന ചെലവുകളാണ് അത്. നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നതും സേവനങ്ങൾ ഉപയോഗിക്കുന്നതുമാണ് അത്. ഇതിനെയാണ് സ്വകാര്യ ഉപഭോഗം എന്ന് പറയുന്നത്. വളർച്ചാ നിരക്ക് 8.2% ആണെങ്കിൽ സ്വകാര്യ ഉപഭോഗം ഇതിലും ഉയർന്ന നിരക്കിൽ വർദ്ധിക്കേണ്ടതാണ്. പക്ഷേ നിലവിലതില്ല. ആളുകളുടെ കയ്യിൽ പണമില്ല, അവർ അത്യാവശ്യമല്ലാതെ ചെലവഴിക്കുന്നുമില്ല. മാന്ദ്യത്തിൻ്റെ യഥാർത്ഥ ലക്ഷണം എന്ന് പറയുന്നത് വിപണിയിലെ ഡിമാൻഡ് കുറയുന്നു. കോവിഡിന് ശേഷം ഇന്ത്യ ഇപ്പോഴും നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ക്രിയാത്മകമായിട്ടുള്ള ഡിമാൻഡ് ഇല്ലാത്തതാണ്. അപ്പോൾ ഒന്നുകിൽ കഠിനമായിട്ടുള്ള പരിശ്രമത്തിലൂടെ അസമത്വം പരിഹരിച്ച് വളരുക എന്നുള്ളതാണ് ഇന്ത്യയുടെ മുന്നിലുള്ളൊരു കാര്യം. അല്ലെങ്കിൽ എളുപ്പവഴികളിലൂടെ ലോക സാമ്പത്തിക ശക്തിയാകാൻ. എളുപ്പവഴിയിലൂടെ ലോക സാമ്പത്തിക ശക്തിയാകാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അദാനി, അംബാനി പോലുള്ളവരുടെ കൂട്ടുപിടിച്ചുകൊണ്ട് ചങ്ങാത്ത മുതലാളിത്തത്തിലൂടെ, എളുപ്പവഴിയിലൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ എന്തായിട്ട് നിൽക്കാൻ കഴിയും? ഇതാ ലോകത്തെ പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തി. താഴെ 90% പൗരന്മാരും
വലിയ രീതിയിലുള്ള അസമത്വത്തിലൂടെ പാവങ്ങളായിട്ട് തുടരുകയും ചെയ്യും. അപ്പോൾ ഈ രണ്ട് വഴികളെ നമുക്ക് മുന്നിലുള്ളൂ. ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തെയും സാമ്പത്തിക വിദഗ്ധരെയും ഒരുമിപ്പിച്ചിട്ട് ഒരു ദേശീയ ചർച്ചയ്ക്ക് ഭരണകൂടം തയ്യാറാകും. അല്ലാത്ത പക്ഷം ഈ വളർച്ചാ കണക്കുകൾക്കും സാമ്പത്തിക ശക്തി എന്ന പദവിക്കും താഴെ കോടിക്കണക്കിന് മനുഷ്യർ വിശക്കുന്ന വയറുമായിട്ട് തുടരുക തന്നെ ചെയ്യും. അതൊരു ജനാധിപത്യ രാഷ്ട്രത്തിന് അപമാനമാണ്. കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പങ്കുവയ്ക്കുക. നിങ്ങളുടെ ശബ്ദം അധികാരികളുടെ ചെവിയിൽ എത്തേണ്ടിയിരിക്കുന്നു.